ഏറെ കൊട്ടിഘോഷിച്ച് KSRTC നടപ്പിലാക്കിയ ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനിൽ നിന്ന് പഴയ രീതിയിലേക്ക് KSRTC മടങ്ങുന്നു. ലക്ഷങ്ങളുടെ നഷ്ടം സ്വന്തമാക്കിയതോടെയാണ് പഴയ പരിപാടിയിലേക്ക് മടങ്ങാൻ KSRTC തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് വിലയിരുത്തലുകൾ ഉയരുന്നത്. KSRTC ബസ്സുകളിൽ ടിക്കറ്റ് റാക്കുകൾ തിരികെ എത്തുന്ന സാഹചര്യം ഇപ്പോഴുണ്ടായിരിക്കുന്നത് പല വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. യഥാസമയം അറ്റകുറ്റപ്പണി നടത്താതെ ഇലക്ട്രോണിക് മെഷീനുകൾ കേടായി തുടങ്ങിയതോടെയാണ് പഴക്കം ചെന്ന സമ്പ്രദായം തിരികെ എത്താൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇലക്ട്രോണിക് യന്ത്രത്തിൽ ടിക്കറ്റ് നൽകാൻ പരിശീലിച്ച കണ്ടക്ടർമാർ ടിക്കറ്റ് റാക്ക് ഉപയോഗിക്കുന്നത് മൂലം KSRTCക്ക് പ്രതിദിനം 500 രൂപയാണ് ബസ്സൊന്നിന് നഷ്ടം വരുന്നത്. 4 വർഷം മുമ്പ് എത്തിയ മെഷീനുകൾ മാറ്റുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. 2002-2003 KSRTCയിൽ ടിക്കറ്റ് വിതരണത്തിന് ഇലക്ട്രോണിക് മെഷീനുകൾ ഏർപ്പെടുത്തിയത്. റാക്ക് ഉപയോഗിച്ച് ടിക്കറ്റ് നൽകുമ്പോഴുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ പുതിയ സംവിധാനത്തിലൂടെ സാധിച്ചു എന്നതിനാൽ ഇലക്ട്രോണിക് മെഷീൻ സംവിധാനം ഏറെ സ്വാഗതം ചെയ്യപ്പെട്ടിരുന്നു. കണക്ക് സൂക്ഷിക്കുന്ന കാര്യത്തിലടക്കം ഏറെ സഹായകരമായിരുന്ന ഇടപാട് എന്ന നിലയിൽ ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനുകൾ ഏറെ സ്വാഗതം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. യന്ത്രത്തിന്റെ കാര്യക്ഷമതക്കുറവ് കാരണം 2007 നിലവിലുണ്ടായിരുന്ന കമ്പനിയുടെ കരാർ സർക്കാർ റദ്ദാക്കി. തുടർന്ന് തിരുവനന്തപുരം കേന്ദ്രമായ സോഫ്റ്റ് ലാൻഡ്, മൈക്രോഫിക്സ് എന്നീ കമ്പനികൾക്ക് വിതരണ ചുമതല നൽകി. 3 വർഷത്തേക്കായിരുന്നു കരാർ. പിന്നീട് 2 വർഷം കൂടി നീട്ടിക്കൊടുത്തു. കഴിഞ്ഞ മാർച്ചിൽ പുതുക്കിയ കരാർ കാലയളവും കഴിഞ്ഞു. ഇതോടെ കമ്പനികൾ അറ്റകുറ്റപ്പണി അവസാനിപ്പിച്ചു. പുതിയ കമ്പനി ടെൻഡർ ഏറ്റെടുത്തുവെങ്കിലും ഇതുവരെ യന്ത്രവിതരണം നടത്താത്ത സാഹചര്യത്തിൽ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകുക മാത്രമാണ് KSRTCക്കുള്ള ഏകമാർഗം. സംസ്ഥാനത്തെ മിക്ക ഡിപ്പോയിലും പകുതിയിലേറെ യന്ത്രങ്ങൾ നിശ്ചലമാണ്. തെക്കൻ കേരളത്തിലാണ് കൂടുതൽ. പലയിടത്തും സ്വന്തം നിലയ്ക്ക് അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും പരാജയമായിരുന്നു ഫലം. ദീർഘദൂര റൂട്ടുകളടക്കം ഇപ്പോൾ റാക്ക് ഉപയോഗിച്ചാണ് ടിക്കറ്റ് വിതരണം നടത്തുന്നത്. ഇലക്ട്രോണിക് മെഷീൻ ഉപയോഗിച്ച് ശീലിച്ചതിനാൽ റാക്ക് ഉപയോഗിച്ചുള്ള വിതരണം പ്രയാസമാണെന്ന് കണ്ടക്ടർമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ടിക്കറ്റുകളാകട്ടെ ഏറെക്കാലം മുമ്പ് അച്ചടിച്ചതാണെന്നതും ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് അച്ചടിച്ചതിനാൽ 2-3 ടിക്കറ്റുകൾ ചേർത്താണ് യാത്രക്കാരിൽ നിന്ന് തുക ഈടാക്കുന്നത്. ഇതിൽ കണക്കിൽ വലിയ പിഴവിനിടയാക്കുമെന്നും പറയുന്നുണ്ട്. അവധിക്കാലം KSRTCക്ക് കളക്ഷൻ കൂടുതലുള്ള സമയമാണ്. പ്രതിദിനം 1000 രൂപയോളം ലാഭം കിട്ടിയെടുത്ത് ഇക്കുറി 500-നും 1000-നും ഇടയിൽ നഷ്ടമാണ് പറയുന്നത്.